യൂട്യൂബിലെ എൻ്റെ കഴിഞ്ഞ പോസ്റ്റ് വിളരിങ്ങപട്ടണത്തിലെ നീതി എന്ന തലക്കെട്ടിൽ നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 2007 നവംബർ റിട്ടയറായ ഞാൻ ഡിസംബർ 30 എൻറോൾമെൻറ്റ് ചെയ്യുന്നു അഡ്വക്കേറ്റായി. ആ എൻറോൾമെൻറ്റ് വാർത്ത മാതൃഭൂമിയിൽ പോരാട്ടം തുടരും, ജോർജിനിനി വക്കീൽ കുപ്പായം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ്. അത് നിങ്ങൾ കാണുമല്ലോ. ഇതാണത്. പോരാട്ടം തുടരും, ജോർജിനിനി വക്കീൽ കുപ്പായം. എന്തു തന്നെയാണെങ്കിലും ഈ പോരാട്ടം 2007 തുടങ്ങിയത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പോരാട്ടം തുടങ്ങി. അതന്ന് ക്ലാസ് ടീച്ചർ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ചെവി നുള്ളി പറിച്ച് ചോര വന്നാകെ പ്രശ്നമായപ്പോഴാണ് ആദ്യത്തെ എൻ്റെ ചുവടുവെപ്പ്. ടീച്ചറെ മാറ്റണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അന്നൊരു പരാതി എഴുതി ക്ലാസ്സിലെ എല്ലാവരെയും കൊണ്ട് ഒപ്പിടിച്ച് ഹെഡ് മാസ്റ്റർക്ക് കൊടുത്തു. അതിൻ്റെ ഫലം ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ആ കുട്ടിയുടെ പിതാവ് ഒരു വിറകുവെട്ടുകാരനായിരുന്നു. അങ്ങേര് ഒരു ദിവസം സ്കൂളിൽ വന്ന് ബഹളമുണ്ടാക്കി. എൻ്റെ മകൻ്റെ ചെവി കുത്തിപ്പൊളിച്ച ടീച്ചറെ എനിക്ക് കാണണം, ചോദിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നെ വിളിപ്പിച്ച് ഇദ്ദേഹത്തോട് വേഗം പുറത്തു പോകാൻ ആവശ്യപ്പെടണം, അങ്ങനെയെങ്കിൽ തന്നെ ഞങ്ങൾ സ്കൂളിൽ വീണ്ടും ചേർക്കുന്നതാണ്, തുടർ പഠനം സാധ്യമാകും. ഞാൻ അങ്ങേരോട് അഭ്യർത്ഥിച്ചു, ദയവ് ചെയ്ത് പ്രശ്നം ഗുരുതരമാക്കരുത്. മകൻ്റെ പ്രശ്നം ഞങ്ങളെല്ലാവരും കൂടെ ടേക്കപ്പ് ചെയ്തു. അത് ഞങ്ങൾക്കെല്ലാവർക്കും വേദനയുണ്ടാക്കുന്ന സംഭവമായതുകൊണ്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് പരാതി കൊടുത്ത് അതിന് ഫലം ഉണ്ടായി. ടീച്ചറെ മാറ്റി എന്നെ പുറത്താക്കാൻ ഉത്തരവുണ്ടായാൽ തന്നെയും എന്തു തന്നെയാണേലും സ്കൂളിൽ നിന്ന് തുടങ്ങിയ ആ പോരാട്ടം നാളിതുവരെ തുടരുകയാണ് എന്നുള്ളതാണ് എൻ്റെ ജീവിത കഥ. ഇത് ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിലെ ആകെയുള്ള ഒരു മൂല്യപ്പെടുത്തൽ. അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെ. നമ്മളുടെ ജീവിതത്തിന് ഒരു മൂല്യം സമൂഹം കൽപ്പിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് അവരുടെ മുമ്പിൽ പ്രസക്തമായി കാണപ്പെടുക. ഇവിടെ ഈ എപ്പിസോഡിൽ ഞാൻ ഒരു ഉദാഹരണം, ധാരാളം ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഒരു ഉദാഹരണം ഞാനിവിടെ വെളിപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുകയാണ്, നീട്ടി പറയുകയാണ്. അത് എങ്ങനെയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഉണ്ടായതെന്നുള്ള കഥ. ആ കഥ തുടക്കം വെച്ചത്
കൊച്ചിൻ കോർപ്പറേഷൻ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കൊണ്ടിട്ടിരുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. അത് നിബന്ധനകൾ സംരക്ഷിക്കാഞ്ഞതുകൊണ്ട് അവർ തടഞ്ഞു. അങ്ങനെ അവിടെ ഒരു വലിയ മാലിന്യ നീക്ക പ്രതിസന്ധി ഉണ്ടായി. കൊച്ചി ആകെ ചീഞ്ഞു നാറാൻ തുടങ്ങി. ഹൈക്കോടതിയുടെ പുറകിലും മാലിന്യ കൂമ്പാരങ്ങൾ അവരുണ്ടാക്കി. അവരുടെ ഹൈക്കോടതിക്ക് നാറ്റം സഹിക്കാതെ അവർ ഒരു ദിവസം ഈ കോടതി സിറ്റിംഗ് തന്നെ വേണ്ടെന്ന് വെച്ച് പിന്മാറി. ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ആലോചിച്ചപ്പോൾ അന്ന് യേശുദാസ് മകൻ്റെ വിജയ യേശുദാസിൻ്റെ കല്യാണത്തിൽ വളരെ തിരക്ക് പിടിച്ച് നടക്കുന്ന കാലമായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ട് വിജയ യേശുദാസിൻ്റെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് ഞാൻ നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്താലും ഞാനൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം തരികയും ചെയ്തു. അതിന് പിന്നാലെ ഞങ്ങൾ കൊച്ചിക്കും കൊതുകിനും ഒരു പിടി ഉപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചു. ആ പേര് സജസ്റ്റ് ചെയ്തത് ജനപക്ഷം ബെന്നിയാണ്. ക്ലാരിയോൺ എന്നുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം ഞാൻ ഉയർത്തിയിരുന്നു NGOമാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി. ചാവറ കൾച്ചറൽ സെൻറ്ററിൽ വെച്ച് പ്രൊഫസർ സാനുമാഷാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ക്ലാരിയോണിൻ്റെ പേരിൽ തന്നെ ആണ് ഇത് ചെയ്യേണ്ടതെന്ന് എല്ലാവരും തീരുമാനിച്ചതോടുകൂടി കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഓഫീസിനോട് ചേർന്നുള്ള കനാലിൽ ഒരു പിടി ഉപ്പ് ദാസേട്ടനെ കൊണ്ട് ഇടിയിക്കുന്നതായിരുന്നു പദ്ധതി. അനേകം ആൾക്കാർ അതിൽ പങ്കുചേർന്നു. ചാക്ക് കണക്കിന് ഉപ്പ് കനാലിൽ വീഴുകയും അന്ന് കളക്ടറായിരുന്ന അനീഫ സാറ് ഫയർഫോഴ്സിനെ വിളിച്ച് അത് ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും ആ വാർത്ത നിറഞ്ഞ് നിന്നതുകൊണ്ട് അന്ന് ലോക്കൽ ബോഡിയുടെ മന്ത്രിയായിരുന്ന പാലൊളി മുഹമ്മദ് കുട്ടി പിറ്റേ ആഴ്ചയിൽ എറണാകുളത്ത് വന്ന് ടൗൺ ഹാളിൽ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് അനുമതി പ്രഖ്യാപിച്ചു. 130 കോടി രൂപ അതിനനുവദിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട്. അതും പേപ്പറിൽ നിറഞ്ഞു വന്നു. എന്തു തന്നെയാണെങ്കിലും മാലിന്യ പ്ലാന്റിൽ പദ്ധതി ഏൽപ്പിച്ചു കൊടുത്തത് FACTയുടെ ഫെഡോ എൻജിനീയറിംഗ് വിഭാഗത്തിനാണ്. അവരത് ചെയ്തു വെച്ചു. 1 വർഷത്തിനുള്ളിൽ തന്നെ ആ പ്ലാന്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പ്രവർത്തന യോഗ്യമല്ലാതായി തീരുന്നതാണ് സത്യാവസ്ഥ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അതിൻ്റെ പ്രോഗ്രസ് വാച്ച് ചെയ്യുകയും അവിടെ മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കുന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ കോർപ്പറേഷന് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കപ്പെടുമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. അത് ഫെഡോ പോലെയുള്ള വലിയ എൻജിനീയറിംഗ് വിഭാഗത്തിന് വന്ന കൈപ്പിഴ അത് വലിയ അഴിമതിയുടെ ഭാഗമാണെന്ന് പൊതുവെ സംസാരമുണ്ടായതിനെ തുടർന്ന് ഞാൻ ലോകായുക്തയിൽ ഒരു പരാതി കൊടുത്തു. അഴിമതി അന്വേഷിക്കാനായിട്ട് വിജിലൻസിന് ഉത്തരവ് നൽകണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. അത് പരിശോധിച്ചത് ജഡ്ജ് ബഹുമാനപ്പെട്ട ലോകായുക്ത പരീത് പിള്ള സാറും ബാലേന്ദ്രൻ സാറുമായിരുന്നു.
2 വർഷം ഇതിങ്ങനെ മാറ്റിവെച്ച് അവസാനം എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ഓപ്പണായിട്ട് ലോകായുക്തയോട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. 2 വർഷമായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കാഞ്ഞത് കഷ്ടമായിപ്പോയി. അതുകൊണ്ട് ഇനി അടുത്ത സിറ്റിങ്ങിൽ ഇതിന് വിധി തരുന്നില്ല എങ്കിൽ ഞാൻ മുമ്പോട്ട് മറ്റു നടപടികളിലേക്ക് കടക്കും എന്ന് പറഞ്ഞു. അത് കേസ് തള്ളുമെന്നാണ് അന്ന് എനിക്ക് തോന്നിയതെങ്കിലും പിറ്റേ മാസം ആ കേസ് പോസ്റ്റ് ചെയ്ത് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും വിജിലൻസ് അന്വേഷണം എങ്ങനെയായെന്ന് പോലും ഒരു അറിവും ജനങ്ങൾക്കില്ലാതായതുകൊണ്ട് ഞാൻ RTIയിൽ ഒരു അപേക്ഷ അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിന് കൊടുത്തു. ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് തരണം, ഞാനാണ് പരാതിക്കാരൻ. അപ്പോഴെനിക്ക് തന്ന മറുപടി, ആ അന്വേഷണം തീർന്നിട്ടില്ല, അതുകൊണ്ട് റിപ്പോർട്ട് പൂർത്തിയായിട്ടില്ല എന്നാണ്. അപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ അതിനെതിരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തു. ആ റിട്ട് പെറ്റീഷൻ വന്നത് ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലാണ്. അദ്ദേഹം ആദ്യം അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. സിംഗപ്പൂരിൽ അദ്ദേഹം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലെൻലിനെസ് കണ്ടിട്ട് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്തുകൊണ്ട് നമുക്കതുപോലെ ഒരു ക്ലീൻ സിറ്റി ഉണ്ടാക്കിക്കൂടാ കൊച്ചിയിൽ എന്നൊക്കെ സംസാരിച്ചു വന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് എനിക്കും കിട്ടി, കോടതിയിൽ അവർ ഫയൽ ചെയ്യുകയും ചെയ്തു. ആ റിപ്പോർട്ട് ഞാൻ കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു. അതനുസരിച്ച് നിരവധി അൺവാണ്ടഡ് ആയിട്ടുള്ള കറപ്റ്റ് മെഷേഴ്സ് അവിടെ നടപ്പിലായി എന്നുള്ളതാണ് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ കൺക്ലൂഡ് ചെയ്തത് അവരെങ്ങനെയാണെന്ന് പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പക്ഷേ വിജിലൻസ് ആംഗിളിൽ കേസെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഞാനത് കോടതി വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതെന്ത് സത്യവിരുദ്ധമായ നിലപാടാണ് വിജിലൻസുകാർ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഉചിതമായ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇറക്കണം എന്നാവശ്യപ്പെട്ടു. കമാൽ പാഷ സാറ് എന്നോട് പറഞ്ഞു, റിപ്പോർട്ട് കിട്ടിയില്ലെന്നല്ലേ പരാതി, അതിപ്പോൾ കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഇറഗുലാരിറ്റീസ് അത് അജിറ്റേറ്റ് ചെയ്യേണ്ടത് വിജിലൻസ് കോടതിയിലാണ്, ഹൈക്കോടതിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഹൈക്കോടതിക്ക് എന്താണ് അധികാരം എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഹൈക്കോടതിയിൽ വന്നത്. ഇതിൻ്റെ ഡിവിഷൻ ബെഞ്ച് ലോകായുക്ത വിധിച്ച വിധിയെ ഇവരിങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടും തയ്യാറാക്കി ഇവിടെ കോടതിയിൽ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ ഇതുകൊണ്ടുണ്ടാവുന്ന പരിണത ഫലങ്ങൾ ഇതെല്ലാവരും അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞു. ഇത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും അപലപനീയമായ ഒരു സംഗതി ബ്രഹ്മപുരത്ത് നടന്നത്. അവിടെ കൂട്ടിയിരുന്ന ടൺ കണക്കിനുള്ള പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് അവർ തീ കൊടുത്തു. അത് 1 മാസത്തിലേറെ കത്തി ചുറ്റിനും ദുസ്സഹമായ വിധത്തിൽ പുകയും വിഷവായുവും പരക്കുകയും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അടക്കം അതിൽ പരാതി ഹൈക്കോടതിയിൽ നൽകുകയും ആ പരാതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. സുമോട്ടോ കേസെടുത്തു, അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. അമിക്കസ് ക്യൂറിയും അവിടെ നടന്ന ഭീകരമായ അഴിമതി കഥ
തുറന്നു കാട്ടി. പക്ഷേ എന്താ സംഭവിച്ചത്? യാതൊരു നടപടിയും ഹൈക്കോടതി കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കൊച്ചിൻ കോർപ്പറേഷന് ഇതിന് പെനാൽറ്റി ആയിട്ട് 100 കോടി രൂപ ഫൈൻ ചെയ്തത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും കൂടി ചെയ്തു. ഞാൻ ഈ കഥ ഇവിടെ അവതരിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീതി ലഭിക്കേണ്ട, നീതി നടത്തേണ്ട ഹൈക്കോടതിയിൽ നിന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും പൊതുജന ജാഗ്രത നീതി നടത്തിപ്പിൽ ഉണ്ടാവണമെന്നും, കോടതിക്ക് കാല് തെറ്റുന്നുണ്ടെങ്കിൽ, മൊഴി തെറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ജുഡീഷ്യറി നിലനിർത്തേണ്ടത്. മറ്റെല്ലാം കെട്ടുപോയാലും ജുഡീഷ്യറി കെട്ടുപോകരുതെന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പിയർ ജസ്റ്റിഷ്യയുടെ പേരിൽ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥ 2ാമത്തെ എപ്പിസോഡിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രകടനം നടത്തി. നീതി എവിടെ കോടതി എന്നുള്ള മുദ്രാവാക്യം വിളിച്ചാണ് പ്രകടനം നടത്തിയത്. 19 പോലീസുകാരും സെക്യൂരിറ്റി ഓഫീസർമാരും വന്ന് ഞങ്ങളെ ഇഞ്ചിഞ്ചായി തള്ളി നീക്കി അവസാനം ഹൈക്കോടതി ജംഗ്ഷനിലെ മദർ തെരേസ സ്ക്വയറിൽ കൊണ്ടെത്തിക്കുകയും അവിടെ ഞങ്ങളെ ഒരു മുദ്രാവാക്യം വിളിച്ച് അരമണിക്കൂർ നിന്ന് ശേഷം തിരിച്ച് ഭീമഹർജി ഒപ്പിടാനായിട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുകയും ചെയ്തു. ഈ ഭീമഹർജി ഇവിടുത്തെ എറണാകുളം മെമ്പർ ഓഫ് പാർലമെൻറ്റ് ശ്രീ ഹൈബി ഈഡൻ അടക്കം ഒപ്പിട്ടതാണ്. ഞങ്ങളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും കേന്ദ്രമന്ത്രി മേഘവാലിനും അയച്ചു കൊടുത്തു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉടൻ തന്നെ പ്രതികരിച്ചു. അടുത്ത മീറ്റിങ്ങിൽ ചീഫ് ജസ്റ്റിസ് ഇരുന്ന വേദിയിൽ അവർ പ്രസ്താവന ഇറക്കി. ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനായിട്ട് വേണ്ട നടപടികൾ എടുക്കാത്തത് ജനങ്ങളോടുള്ള അനീതിയാണ്. ഈ പറഞ്ഞുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൾച്ചർ നീക്കണം. ഈ വിധി എഴുതാനായിട്ട് താമസിക്കുന്നത് തന്നെ ജനങ്ങളിൽ സംശയം ഉണർത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഗ്രാമീണ കോടതികൾ പ്രവർത്തിക്കണം എന്നെല്ലാം പറഞ്ഞ് ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ള കാര്യം ഞാൻ ഇത്തരണത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.